നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ചു കടന്നു എന്ന വാർത്തയാണ് വരുന്നത്. കാബൂളിൽ നിന്നും 94 മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ എത്തിയത് ഡൽഹിയിലാണ്. ഇത്തരം യാത്രകളിൽ അതിജീവനം എന്നത് വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒളിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 13 വയസ്സുകാരൻ എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന യാത്രാ വിമാനത്തിന്റെ ചക്ര അറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത 13 വയസ്സുകാരനായ അഫ്ഗാൻ ബാലനെ ഞായറാഴ്ച വൈകുന്നേരം അതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇറാനിലേക്ക് പോകാനുള്ള വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണത്രേ കുട്ടി അപകടകരമായ ഈ യാത്ര ചെയ്തത് എന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് KAM എയറിന്റെ RQ4401 നമ്പർ എയർബസ് A340 വിമാനത്തിലാണ് ബാലൻ ഒളിച്ചു കടന്നത്. സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ച് കയറുകയായിരുന്നു. 94 മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ വിമാനം രാവിലെ 10:20 ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനത്തിന് വെളിയിലും അടിയിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമാണോ? ഇങ്ങനെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയ ആരെങ്കിലുമുണ്ടോ? ഇത്തരത്തിൽ ധാരാളം പേർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സ്റ്റോ എവേ എന്നാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരെ വിളിക്കുന്നത്. എന്നാൽ അത്യന്തം അപകടകരമാണ് ഈ യാത്ര. ഇത്തരത്തിൽ യാത്ര ചെയ്തതിൽ ഭൂരിഭാഗം പേരും മരിച്ചതായാണ് കണക്കുകൾ. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം അമേരിക്കൻ വിമാനങ്ങളിൽ 113 പേർ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ 86 പേരും മരിച്ചു. രക്ഷപ്പെട്ടവരിൽ ഗുരുതരമായി പരിക്ക് പറ്റിയവരാണ് ഏറെയും. ആദ്യ സ്റ്റോയവേ 1928 19 വയസ്സുകാരനായിരുന്ന ക്ലാരൻസ് ടെർഹുനാനാണ് ലോക വൈമാനിക ചരിത്രത്തിലെ ആദ്യത്തെ ഒളിച്ചു യാത്രക്കാരൻ. ന്യൂജേഴ്സിയിൽ നിന്ന് ജർമ്മനിയിലേക്കായിരുന്നു ആ യാത്ര. എന്നാൽ വീൽ കമ്പാർട്ട്മെന്റിൽ അള്ളിപ്പിടിച്ചിരുന്നുള്ള യാത്ര ആയിരുന്നില്ല അത്. ഹാങ്ങറിൽ വെച്ച് വിമാനത്തിനുള്ളിൽ കടന്നുകൂടിയ ക്ലാരൻസ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് പിടിക്കപ്പെട്ടു. പിന്നീടുള്ള ദൂരം വിമാനത്തിൽ ജോലി ചെയ്യേണ്ടി വന്ന യുവാവ് ജർമ്മനിയിൽ ഇറങ്ങിയ ഉടൻ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ ക്ലാരൻസിന് ജർമ്മനിയിൽ താരപരിവേഷമാണ് ലഭിച്ചത്. ഇതിന് പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ജീവൻ എടുക്കുന്ന തണുപ്പായിരിക്കും. ഇങ്ങനെ വിമാനത്തിന്റെ ടയറിൽ കയറി എത്തുന്ന പലരെയും വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ പിടികൂടാറുണ്ട്. എത്ര പേർ ഈ സുരക്ഷാ കവചം കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നു എന്ന് വ്യക്തമല്ല. പക്ഷേ ഏകദേശം കണക്കുള്ളത് ഈ ശ്രമത്തിനിടെ മരിച്ചവരെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ആളുകൾ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിമാന ടയറുകളിൽ യൂറോപ്പിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് യൂണിസെഫിന്റെ കണക്ക്. വിമാനം പറന്നുയരുന്നതോടെ അതികഠിനമായ തണുപ്പാണ് ടയറിൽ ഒളിച്ചിരിക്കുന്നവരെ കാത്തിരിക്കുന്നത്. ഉയരം കൂടുന്തോറും തണുപ്പിന്റെ കാഠിന്യം കൂടുകയും ഓക്സിജന്റെ അഭാവവും ഉണ്ടാകും. 10,000 അടി മുകളിൽ പറക്കുമ്പോൾ ടയർ കമ്പാർട്ട്മെന്റിലെ തണുപ്പ് -5 ഡിഗ്രിയാണ്. 20,000 അത് -25, 30,000 അത് -45, 40,000 അടി ഉയരത്തിലെത്തുമ്പോൾ അത് -65 ഡിഗ്രി വരെയാകും. അതായത് സിയാച്ചിനിലെ സൈനികർ അനുഭവിക്കുന്നതിനേക്കാൾ തണുപ്പായിരിക്കും അത്. കൃത്യമായ ജാക്കറ്റോ പുതപ്പോ പോലും ഇല്ലാതെയാകും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ യാത്രയ്ക്കായി ഒരുങ്ങുന്നത്. തണുത്തുറഞ്ഞ മണിക്കൂറുകളാണ് ഈ യാത്രയിൽ അവരെ കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇവരിൽ ഭൂരിഭാഗം പേരും യാത്ര പാതി വഴി എത്തും മുമ്പ് തന്നെ മരച്ചിട്ടുണ്ടാകും. ലാൻഡ് ചെയ്യുന്നതിനായി പൈലറ്റ് വിമാനത്താവളത്തിന് സമീപത്തെത്തുമ്പോൾ ടയറുകൾ അഥവാ ലാൻഡിംഗ് ഗിയറുകൾ നിവർത്തും. ഈ സമയത്ത് മരവിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നിലംപതിക്കും. ടയറുകളിലെ കുടിയേറ്റത്തിന്റെ ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. സമീപകാലത്തായാണ് ടയറുകളിൽ അള്ളിപ്പിടിച്ചുള്ള കുടിയേറ്റം വ്യാപകമായത് എങ്കിൽ ഇതിന്റെ തുടക്കം ഏതാണ്ട് അരപ്പതിറ്റാണ്ട് മുൻപാണ്. 1946 ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബാസ് വി എന്ന ഇന്തോനേഷ്യൻ അനാഥ ബാലൻ ഡഗ്ലസ് DC-3 വിമാനത്തിന്റെ ടയറിൽ അള്ളിപ്പിടിച്ച് ചെന്നെത്തിയത് ഓസ്ട്രേലിയയിലാണ്. അവശനായ ബാലൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തൊട്ടടുത്ത വർഷം മറ്റൊരു യുവാവും ഡഗ്ലസ് DC വിമാനത്തിന്റെ ടയറിൽ അള്ളിപ്പിടിച്ച് പോർച്ചുഗലിൽ നിന്ന് ബ്രസീലിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. 1966 ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മോസ്കോയിൽ നിന്ന് പാരീസിലേക്ക് സഞ്ചരിച്ച 24-കാരനാണ് തണുത്ത് മരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലുണ്ടായ സംഭവം. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ അല്ലെങ്കിൽ ചക്രങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് വീൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പറന്നു പൊങ്ങുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഈ ചക്രങ്ങൾ കമ്പാർട്ട്മെന്റിന് പുറത്തായിരിക്കും.
പറന്നു പോകുമ്പോൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുകയും ചെയ്യും. വിമാനം ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് വീൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് അനുഭവപ്പെടാം. അതിനാൽ ഹൈപ്പോതെർമിയ എന്ന അവസ്ഥ വരും. ഉയരങ്ങളിൽ എത്തുമ്പോഴും ഓക്സിജനിൽ കുറവ് വരുന്നതിനാൽ ശരീരം ദുർബലമാകുകയും ബോധക്കേട് വരികയും ചെയ്യും. ഇതുകൂടാതെ ലാൻഡിംഗ് ഗിയറിന്റെ ചലനങ്ങൾ മൂലം ഇടയിൽപ്പെട്ട് ചതഞ്ഞു മരിക്കാനും ഇടവന്നേക്കാം. ഇത്തരത്തിൽ യാത്ര ചെയ്ത് വിജയകരമായി രക്ഷപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്. പർദീപ് സൈനി എന്ന പഞ്ചാബുകാരനാണ് അത്. 1996 ന്യൂഡൽഹിയിൽ നിന്ന് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലേക്കുള്ള ബോയിങ് 747 വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിൽ പർദീപ് സൈനിയും സഹോദരൻ വിജയിയും കയറിപ്പറ്റി. കുറച്ചുകാലമായി ബ്രിട്ടനിലേക്ക് പോകാനായി ഈ സഹോദരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ ഒരു ഇടനിലക്കാരൻ ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ലഗേജ് ഏരിയയിലേക്ക് കയറാമെന്ന് അയാൾ അവരോട് പറഞ്ഞു. സഹോദരങ്ങൾ അത് വിശ്വസിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അന്ന് 22 വയസ്സായിരുന്നു പർദീപിന്. വിജയിന് 19 വയസ്സും. ആരും കാണാതെ വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റിയ ഇവർ ലണ്ടൻ വരെ വിമാനത്തിനുള്ളിലിരുന്നു. പർദീപ് രക്ഷപ്പെടുകയും അനുജൻ വിജയ് വിമാനം ലാൻഡിംഗ് ഗിയറുകൾ താഴ്ത്തിയപ്പോൾ 2000 അടി മുകളിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അത്ര സുരക്ഷിതമായ യാത്രയല്ല. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.